ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കമ്മിങ് സൂൺ പോസ്റ്ററും, അതുകൂടാതെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ്. സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ്. 20-ാം തീയതിയും 21-ാം തീയതിയുടെ റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഏകദേശം 19ഓളം സിനിമകളുണ്ട്. ഏതൊക്കെയാണ് നോക്കാം, സിനിമകളും സീരീസുകളുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ സീരീസാണ് ഒന്നാമത്തത്. സീറോ ഡേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു വാർ പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. 6 എപ്പിസോഡുകളാണ് സീരീസ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്, ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. റീച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3-ാമത്തെ സീസണാണ്. 3 എപ്പിസോഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് 3 എപ്പിസോഡുകൾ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് 3 എപ്പിസോഡാണ് ഇപ്പോൾ വന്നത്. മൊത്തം 8 എപ്പിസോഡുകളാണുള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് മാർച്ച് 27-നാണ് റിലീസ് ചെയ്യുക. അടുത്ത വ്യാഴാഴ്ചകളിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് എപ്പിസോഡ് മാർച്ച് മാസം 27-ാം തീയതി ആയിരിക്കും. ഓക്കെ, ഈ ഒരു സീരീസിന്റെ 2 സീസണും കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ സീസൺ എന്തായാലും കാണണം ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഫുൾ എല്ലാ എപ്പിസോഡ് വന്നതിന് ശേഷം കാണാമെന്ന് വിചാരിക്കുന്നത്. കാത്തിരിക്കാൻ പറ്റില്ല. ഓരോ എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരാഴ്ച വരെ കാത്തിരിക്കാൻ എന്തായാലും പറ്റില്ല. ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളൊരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് രാസ്ത എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സ് വഴി ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമ മാക്സ് വഴി 2-3 സിനിമകളുടെ കമ്മിങ്സും പോസ്റ്ററുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് പുലിയാട്ടം എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. ഇപ്പോൾ മനോരമ മാക്സിൽ കമ്മിങ്സും പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമിത് ചക്കിയാൽക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രാവ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുടെ കമ്മിങ്സും പോസ്റ്ററും കൂടി മനോരമ മാക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മനോരമ മാക്സിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. തണുപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ മനോരമ മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്, ഫെബ്രുവരി മാസം 21-ാം തീയതി. അടുത്ത അരുൺ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു വണങ്ങ എന്ന് പറഞ്ഞ സിനിമ. ടെൻറ്റുകോട്ട വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി മാസം 21-ന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യും, എപ്പോൾ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് ഹിന്ദി ഡബ്ഡ് വേർഷൻ. അടുത്തത് ഒരു ആക്ഷൻ മാസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബാലയ്യയുടെ ഡാക്കു മഹാരാജ് എന്ന സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, കന്നഡ, ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി മാസം 21-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസ് ആണ്. ഓഫീസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ഗുരു സോമസുന്ദരം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ബോട്ടിൽ രാധ എന്ന് പറയുന്ന സിനിമ. ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്, ക്രൈം ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, ഹിന്ദി സീരീസ് ആണ്. ഉപ്സ് അബ് ക്യാ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്ത ഫെബ്രുവരി മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തമിഴ് മൂവിയാണ് ഇമോജി എന്ന് പറയുന്ന സിനിമ. ആഹാ തമിഴ് വഴി ഈ സിനിമ ഫെബ്രുവരി മാസം 28-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഷാഡോ ലാൻഡ് എന്നാണ് ഈ ത്രില്ലർ മൂവിയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ആർതർ ദ കിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. അടുത്ത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് സമ്മേളനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ ത്രില്ലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കേണ്ടത് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഈ സിനിമ എന്നുള്ളത്
തിയേറ്റർ കാണേണ്ട ഒരു ത്രില്ലർ സിനിമ പ്രേമികളൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഈ സിനിമ. തിയേറ്റർ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഈ സിനിമയുടെ OTT റിലീസ് മാർച്ച് മാസം പകുതിയോടുകൂടി ഉണ്ടാവുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും